വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല കേട്ടോ, എനിക്ക് തൊണ്ടവേനയാണ്. അപ്പൊ അധികം സമയം ഞാൻ കത്തി വെക്കുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേസരിയുടെ റെസിപ്പിയാണ്. ഒരുപാട് പേര് എന്നോട് കുറെ ദിവസമായി ചോദിക്കുന്ന സംഭവമാണ്. അപ്പോൾ പൈനാപ്പിൾ കേസരിയാണെന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. കുക്കറിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും നമുക്ക് സമയം കളയാണ്ട് എങ്ങനെയാണ് കേസരി ഉണ്ടാക്കാൻ നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ അളവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസരി നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഒക്കെ ഇരിക്കണമെങ്കിൽ നല്ലോണം നെയ്യ് വേണം. പക്ഷെ നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഒരുപാട് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നെയ്യിൻ്റെ കുത്ത് മുന്നിട്ട് നിൽക്കുമ്പോൾ എനിക്ക് സാധാരണ രീതിയിൽ കഴിക്കാൻ പറ്റാറില്ല. അപ്പം നിങ്ങൾ നെയ്യ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നെയ്യിൻ്റെ അളവ് കൂട്ടിക്കോളൂ. 2 or 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പേഴ്സണൽ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ നെയ്യൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ കേസരി നമ്മൾ നെയ്യിലാണ് ചെയ്യുക. അതേസമയം നെയ്യ് ഒട്ടും താല്പര്യമില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ, നെയ്യ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൽ നെയ്യ്ക്ക് പകരം റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അതിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് റവയുടെ അളവാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 1/2 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് വറക്കാത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. അതായത് ഈ നമ്മുടെ റവയുടെ പച്ചമണം നന്നായിട്ട് മാറണം. സാധാരണ കേസരി ഉണ്ടാക്കുമ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും, അല്ലെങ്കിൽ കുഴഞ്ഞൊരു വല്ലാത്ത രൂപത്തിലിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരും. പിന്നെ ഇതിൻ്റെ പച്ചമണം ഉണ്ടെങ്കിൽ കേസരിക്ക് സാധാരണ രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് നെയ്യിലിട്ട് വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് വേണം എപ്പോഴും വഴറ്റാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരിക്കലും ഇത് വഴറ്റാൻ പാടില്ല. ഇച്ചിരി സമയം എടുക്കും, ഒരു 5-10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെറിയ അളവിൽ ആദ്യം ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ശരിയായിട്ടുണ്ടെങ്കിൽ കൂടുതൽ അളവ് നമുക്ക് ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു സ്വീറ്റ് കഴിക്കണം തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും ഈസി ആൻഡ് ടേസ്റ്റി ഒരു ഡെസേർട്ടാണ്. ഇതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണം വരാൻ തുടങ്ങും ഈ റവയുടെ. അപ്പം അത് ആ സമയത്ത് മാത്രമല്ല, നിങ്ങൾ അണ്ടിപ്പരിപ്പ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും, അണ്ടിപ്പരിപ്പിന് നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പം ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഒരു തമിഴ് ബ്ലോഗിൽ നിന്നാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാനിങ്ങനെ എളുപ്പത്തിലുള്ള റെസിപ്പികൾ അന്വേഷിച്ചെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ റെസിപ്പീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ഇച്ചിരി ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എൻ്റെ രീതിയിൽ. പക്ഷേ സംഭവം അടിപൊളിയാണ്. കാരണം സാധാരണ രീതിയിൽ കേസരി ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് ഇപ്പോൾ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന റവയാണെങ്കിൽ നമ്മളിത് റോസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം വളരെ ചെറുതായ രീതിയിൽ അതൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇത് വഴണ്ട് കിട്ടാൻ. നമ്മൾ ഇട്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പിനും ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക. റവ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കർ എടുക്കുക. ഒരു കുക്കർ എടുത്തതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സൈഡിൽ റവ വറക്കുന്ന സമയത്ത് കുക്കറിൽ നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഒരു ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തനിയെ കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. കുക്കറിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യം തന്നെ. ഇവിടെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഞാനിപ്പോൾ 1.25 ഗ്ലാസും പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കാൻ പോണത്. 1 ഒഴിച്ചിട്ടുണ്ട്, 1/4 ഗ്ലാസ്, പിന്നെ എക്സ്ട്രാ കുറച്ചും കൂടെ. അപ്പോൾ 1.5 ഗ്ലാസ് ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ലിക്വിഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 1.25 ഗ്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് 1.25 ഗ്ലാസും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഏത് കപ്പിലാണ് റവ എടുത്തിരിക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് റവയുടെ സെയിം എമൗണ്ടാണ് പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം പഞ്ചസാരയുടെ അളവൊക്കെ മാറ്റങ്ങൾ വരും. ഒരുപാട് മധുരപ്രിയരാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കാം. അതേസമയം പഞ്ചസാര അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത്രയും ഇടണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 2 നുള്ളി ഉപ്പ് ചേർത്താൽ മതി. അപ്പം നമ്മൾ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഒരുപാട് കൂടാൻ പാടില്ല. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ യെല്ലോ കളർ ചേർക്കാവുന്നതേ ഉള്ളൂ. 1 നുള്ളു മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടാൻ പാടില്ല. ഞാൻ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൈനാപ്പിൾ കേസരി ആയതുകൊണ്ട് പൈനാപ്പിൾ ആണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ടിൻഡ് പൈനാപ്പിളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്.
ഇപ്പോൾ 2 റിങ്ങില്ലേ, ടിൻഡ് പൈനാപ്പിളിൽ നിന്ന് കിട്ടുമ്പോൾ 2 റിങ് കിട്ടില്ലേ, അതാണ് അത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പൈനാപ്പിൾ കാസരി ആയതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകും 1 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ആണ്. ഒരുപാട് ഒഴിക്കാൻ പാടില്ല, ഒറ്റ ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. പൈനാപ്പിൾ എസൻസ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുത്ത് വരും കാസരി കഴിക്കുമ്പോൾ. ഇത് മതിയാവും. നിങ്ങളിത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ മധുരം ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എത്ര മധുരം മതിയായോ, മധുരം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ. എനിക്ക് ഈ മധുരം പെർഫെക്റ്റ് ആണ്. പിന്നെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ മഞ്ഞപ്പൊടിയുടെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ വെന്ത് കഴിയുമ്പോൾ മഞ്ഞപ്പൊടിയുടെ മണമൊക്കെ മാറിക്കോളും. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാലോ മഞ്ഞപ്പൊടി നിർബന്ധമൊന്നുമില്ല. അതിന് പകരം ഞങ്ങൾക്ക് യെല്ലോ കളർ ചേർക്കാവുന്നതേ ഉള്ളൂ. നന്നായി ഇത് തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന അവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തിളക്കട്ടെ നന്നായിട്ട്. നിങ്ങൾക്ക് പൈനാപ്പിൾ കാസരി വേണ്ട എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസും ഒഴിവാക്കാം. അതിന് പകരമായിട്ട് 2-3 ഏലക്കായുടെ പൊടിയോ അല്ലെങ്കിൽ ഏലക്കായ മൊത്തത്തിലോ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇതിൽ 2 ഏലക്കായും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കായുടെ ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യെല്ലോ കളർ, അതായത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങ് സാധാരണ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ പൈനാപ്പിൾ വേണ്ട, പൈനാപ്പിൾ എസൻസ് നമുക്ക് ഒഴിവാക്കാം. നോർമൽ കാസരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിൾ ആണ് ഉള്ളതെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, കുറച്ച് വെള്ളത്തിൽ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിൽ ഇട്ടോളൂ. കാരണം പൈനാപ്പിൾ വേവാൻ ഒരുപാട് സമയം പിടിക്കും. അതേസമയം ടിൻഡ് പൈനാപ്പിൾ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീഡിയം തീയിലിട്ടതിന് ശേഷമാണ് കേട്ടോ തിളപ്പിച്ചത്. ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട് തിളയ്ക്കാൻ നന്നായിട്ട്. അപ്പോൾ ഇത് മതി, നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത വശം തന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കണം. ഇട്ട വശം തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണം. കാരണം ഇതിൽ കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സൂക്ഷിച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടില്ലാത്ത രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മതി, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെക്കണം. വെയിറ്റ് ഇട്ടത് ശേഷം ആണ് അടയ്ക്കേണ്ടത്. അടയ്ക്കുക. അതിനുശേഷം മാറ്റി അടുപ്പത്തുനിന്ന് മാറ്റി വേറെ അടുപ്പിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായി വെന്ത് നല്ല പാകമായിട്ട് ഇരിപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ തണുത്ത അടുപ്പിലോട്ട് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നോക്കിയേ കറക്റ്റ് പരുവായിട്ട് ഇരിപ്പുണ്ട്. നല്ല കൺസിസ്റ്റൻസി നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല, അതേസമയം ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി വരും. അതായത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനേ പറ്റില്ല. അതേസമയം ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാലും ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പം നിങ്ങൾക്ക് അഥവാ ഒരുപാട് വെള്ളം കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കാരണം റവ പലർക്കും കിട്ടുന്ന റവയിൽ ചിലപ്പം വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ വെള്ളം കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിരി ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പക്ഷേ എനിക്കിപ്പോൾ ഈ കൺസിസ്റ്റൻസി നല്ല പാകമായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ട, ഒരുപാട് വെള്ളമില്ല, അതേസമയം ഒരുപാട് ഡ്രൈയും ഇല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആവും. ഞാൻ മധുരമൊക്കെ നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ, കറക്റ്റാണ് എല്ലാം. എനിക്ക് മധുരം കറക്റ്റാണ്. അതായത് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ 1/2 കപ്പ് റവയ്ക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഉപ്പിട്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം ബാലൻസ് ആയി കിട്ടില്ല. അധികം സ്വീറ്റ്സ് ഇഷ്ടമില്ലാത്ത ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സുകളിൽ ഒന്നാണ് കേസരി. കാരണം തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് കേസരി ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള കേസരി എനിക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ ഒരുപാട് നെയ്യ് കൂടി കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. പക്ഷേ ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതേസമയം നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കൂട്ടിയിടാം. നെയ്യ് ഇഷ്ടപ്പെട്ട ഒരു കഥയായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. അപ്പം എൻ്റെ നൈബറുണ്ട് ദീപയ്ക്കൊക്കെ നല്ലോണം ഷുഗർ വേണം. അപ്പം ഞാൻ ഈ ഷുഗർ ആയിട്ട് അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ പറയും അയ്യോ ഷുഗർ ഇല്ല എന്ന് പറയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ മധുരം കൂട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. അടിപൊളിയായി ഈസി ആയിട്ടുള്ള നമ്മുടെ റവ കേസരി, നമ്മുടെ പൈനാപ്പിൾ കേസരി. അപ്പം ഞാനൊരു സെർവിങ് ബോളിലോട്ട് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, സെർവിങ് ബോളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് കമത്തി വെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനൊക്കെ അതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തുറന്ന വശം നിങ്ങൾക്ക് കുറച്ച് കട്ട പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടകളൊക്കെ ഉടഞ്ഞോളും. പക്ഷേ കട്ടൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ 1 കപ്പ് റവയ്ക്ക് എത്ര വെള്ളം വേണമെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2.5 കപ്പോളം വെള്ളം വേണ്ടി വരും. ഓക്കെ, 1 ഗ്ലാസ് റവയ്ക്ക് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാര എന്നുള്ള രീതിയിൽ ചേർത്തോളൂ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കി നോക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വെള്ളം വേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ സംശയമൊക്കെ മാറും.
ഇതുപോലെയൊക്കെയുള്ള ചെറിയ പാത്രത്തിൽ നെയ്യ് ജസ്റ്റ് ഒന്ന് പരട്ടിയതിന് ശേഷം കേസരി ഇതിലിട്ടിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇതുപോലെ തിരിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടു പോരും കേട്ടോ. സ്റ്റീലിൻ്റെ ബൗളാണ് അതിന് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ബൗൾ ചെയ്തതിനേക്കാൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് സ്റ്റീലിൻ്റെ ബൗളാണ് കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ കേസരി. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്